ഈ സെക്യുലറിസമിൻ്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ CPM പരാജയപ്പെട്ടു, അത് 100%, അതിലാർക്കും സംശയമില്ല. 10 കൊല്ലം അവരുടെ ദുർഭരണത്തിൻ്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 3ാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല. ജനങ്ങൾ തീരുമാനിച്ചു. 2 ഓപ്ഷൻസാണ് ജനങ്ങളുടെ മുമ്പിൽ. NDA, മറ്റേ വശത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു മുന്നണി. ഈ 2 മുന്നണികൾ തമ്മിൽ വികസനത്തിനെ കുറിച്ചും നാടിൻ്റെ സമാധാനത്തിനെ കുറിച്ചും ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ ഒരു സിൻസിയറിറ്റി ആർക്കാണ്? അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ജമാഅത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിൻ്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് ഇലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറ എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അവസാനം ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈന് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. പക്ഷേ എൻ്റെ ഒരു അഭ്യർത്ഥന, പാർട്ടി NDAൻ്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളൊരു 60% ഫോക്കസ് വികസനം, ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 40% നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ എജൻഡ ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ നാടിൻ്റെ ഭാവിനെ മനസ്സിൽ വെച്ച്, നമ്മളെ കുട്ടികളുടെ ഭാവിനെ മനസ്സിൽ വെച്ച്, നാടിനെ നന്നാക്കണം, നമ്മളെല്ലാവരും ലക്ഷ്യമാണെന്ന് അത് മനസ്സിൽ വെച്ച് ഒരു 60% നാടിൻ്റെ വികസനം, നാടിനെ നന്നാക്കണം, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ 10 കൊല്ലം UPAയിൽ 8 കേരളത്തിൻ്റെ മന്ത്രിമാർ ഇരുന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ? അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഓരോ ഇഷ്യൂസിനെ കുറിച്ച് ഡേറ്റ ഫാക്ട്സ് എടുത്ത് മുമ്പോട്ട് വയ്ക്കും. ആര് എന്ത് ചെയ്തു, അപകട രാഷ്ട്രീയത്തിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട്, അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പിന്നെ ഈ വസ്തുത പറയുന്നവരെ എല്ലാം വർഗീയവാദി വിളിക്കരുതെന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. ഞങ്ങൾ ഈ ഫാക്റ്റ് എല്ലാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കാൻ അറിഞ്ഞരുത് എന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. ഇത് വസ്തുതയാണ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. 2 അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നോ ഇഷ്യൂസ്. പക്ഷേ ഞങ്ങളുടെ ഒരു അവകാശമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് പറയാൻ. പറഞ്ഞ ഉടനെ ഞങ്ങളുടെ തലയിൽ ചാടി ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അവസാനത്തെ ഒരു പോയിന്റ്. ഇത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. കോൺഗ്രസ് വേണമെന്ന് ഒന്നിക്കണം എന്നാണ് അഭിപ്രായം. അത് നേതാക്കളോട് പറഞ്ഞു എന്ന് പറയും. ഇതിനാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ലീഗിനെ പറയുമ്പോൾ ലീഗ് പൊതുവെ കേരളത്തിൽ ഒരു മതേതര മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനൊരു പാർട്ടിയാണ്. അപ്പൊ അവരെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർത്ത് വെക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ്
ഇതൊരു ഓപ്പൺ ചർച്ച ചെയ്യണം നമ്മൾ. ഇപ്പോൾ ഇന്ന് ആ ഡീറ്റെയിൽ പോകുന്നില്ല. അത് ഒരു ദിവസം പ്രസ് കോൺഫറൻസ് ഫാക്റ്റും ഫിഗറും കൊണ്ട് മുമ്പോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ്. ഇവർ രണ്ടും സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നാണ് ഒരു കൺവെൻഷണൽ ഒരു തിങ്കിങ്. പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അത് പെർമനന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ, ഈ ഇലക്ഷന് വേണ്ടിയായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കാര്യങ്ങളും മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യങ്ങളും നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അന്തർധാരണ ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതാണെങ്കിൽ അത് കറക്റ്റ് അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാടിന്റെ വികസനത്തിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കൊടുങ്ങല്ലൂരും എത്രയോ സ്ഥലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ട് പരിശോധിച്ച് പഠിക്കുമ്പോൾ അതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനെ ഒരു ചർച്ച നടത്തണം. അവർ ക്ലാരിഫൈ ചെയ്യട്ടെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം അല്ല എന്ന്. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും കേട്ടതാണ്, അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഒരു പാരലായിട്ട് പറയല്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ശരിയായ കാര്യമല്ല. അപ്പം ജമാഅത്ത് ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഇന്നലെ ആരാണ് ലെഫ്റ്റിൻ്റെ AK ബാലൻജി എന്താ പറഞ്ഞത്? അവർക്ക് അറിയണമല്ലോ. AK ബാലൻജി ഇപ്പോൾ പറയുമ്പോൾ മാറാട് ആ ഇൻസിഡന്റ് നടന്നപ്പോൾ ആരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ എടുക്കുന്ന പാർട്ടി? CPM ആയിരുന്നില്ലേ? അപ്പോൾ അവരിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നാൽ മാറാട് പോലെ ഒരു ഇൻസിഡന്റ് ഇനിയും ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ABC ആണ് എന്നാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാടിൻ്റെ വളർച്ചയ്ക്കും നാടിൻ്റെ ഭാവിക്കും ഇങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പോലെ ഒരു വീക്ക് പാർട്ടീനെ ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്, ജനങ്ങളുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്.